Good afternoon, all. Good afternoon. Good afternoon, Miss. Yeah, good Good afternoon. afternoon, ma'am. Good afternoon, Good ma'am. afternoon. Okay. How are you all? Class കഴിഞ്ഞിരിക്കുന്നോ? Fine, ma'am. Fine. ഫുഡ് കഴിച്ചോ? Yes. കഴിച്ചു. Yes. ആക്റ്റീവ് ആണ് എല്ലാവരും. അതെ മാം. അതെ, ആക്റ്റീവ് ആണോ? Yes, ma'am. അത് പറയുമ്പോ തന്നെ ആക്റ്റീവ് ഇല്ലല്ലോ. Yes, ma'am. ഓക്കെ. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ പ്രൊപ്പോസിഷൻ കംപ്ലീറ്റ് ആയി അല്ലെ? വേറെ ഡൗട്ടും കാര്യങ്ങളും ഒന്നും ഇല്ല. ക്ലിയർ ആണല്ലോ? ആണോ? Yes, ma'am. യെസ്. ഓക്കെ. മാം ഒന്ന് ഓഫ് ഒക്കെ പറയാന്ന് പറഞ്ഞില്ലായിരുന്നോ? എന്തോ? ഓഫ് ഒക്കെ ആരോ ഡൗട്ട് ചോദിച്ചില്ലായിരുന്നോ? ഓഫ് ഒക്കെ ഇപ്പൊ അറിയണോ? പ്രൊപ്പോസിഷൻ പിന്നെ വേണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരുപാട് നോക്കണ്ട പിന്നെ എന്ന് കൊറേ ഡൗട്ട് ആവുന്ന് പറഞ്ഞു. പിന്നെ ഒരുപാട് ഡൗട്ട് വരും. അത്യാവശ്യം കുറച്ചൊക്കെ പ്രൊപ്പോസിഷൻ മനസ്സിലായില്ലേ? അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ യൂസ് ചെയ്യണല്ലേ? പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് പോകും. എന്തെങ്കിലും സംസാരിക്കണമെങ്കിലും പറയും പ്രൊപ്പോസിഷൻസ് ഒക്കെ. അപ്പൊ അത് അത്രയും മതിയല്ലോ. ഇനി ഒരുപാട് എടുത്ത ആകെ കൺഫ്യൂഷൻ ആവില്ലേ? ഓക്കെ മാം. നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അല്ലെങ്കിൽ പ്രൊപ്പോസിഷൻ തന്നെ നമ്മൾ നിന്ന് പോകും. ഓക്കെ, അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Are you ready? Yes, yes, ma'am. Yes, okay. Today we are discuss about the modal verb can. Okay. Can എന്താ? നമ്മൾ modal verbs ഏതൊക്കെയാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ അല്ലേ? വെർബ് എടുത്ത ടൈമില് നമ്മൾ പറഞ്ഞിരുന്നു modal verbs ഏതൊക്കെയാണ് അല്ലെ? പറഞ്ഞിരുന്നോ? അപ്പൊ അതിൽ ഒന്നാണ് എന്ത്? ക്യാൻ എന്ന് പറയുന്നത്. ക്യാൻ എന്താണ് ശരിക്കും? ക്യാൻ എന്താണ്? പറയൂ ആരെങ്കിലും. കഴിയും. പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യും? എന്തിനൊക്കെ യൂസ് ചെയ്യാം? ഓക്കെ, നമുക്ക് നോക്കാം. The very first thing you should know is the basic use of can. ഏതൊക്കെയാണ് basic use ഏതൊക്കെയാണ്? This verb used to express ഏതൊക്കെയാ? Express ability, possibility, permission, request, offers. അല്ലെ? ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്താ can യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. എബിലിറ്റി എന്താ? എബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് കഴിവാണ് എബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്താ? ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, അതൊരു എബിലിറ്റി ആണ്. ഇപ്പൊ എബിലിറ്റി നമുക്ക് അങ്ങനെ പറയുമ്പോൾ അത് പ്രസന്റ് ആണ്. പ്രസന്റില് അത് ഇപ്പൊ എനിക്ക് എന്താ? എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം എന്ന് പറയുന്നത് പാസ്റ്റ് ആണോ, പ്രസന്റ് ആണോ, ഫ്യൂച്ചർ ആണോ? Present. അത് പ്രസന്റ് ആണ്. അപ്പൊ എബിലിറ്റി നമ്മള് ക്യാൻ യൂസ് ചെയ്യുന്നത് എപ്പോഴും പ്രസന്റിലായിരിക്കും. ഓക്കെ. അപ്പൊ നോക്കൂ, ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, then ഐ ക്യാൻ സ്വിം. ഇതൊക്കെ എന്താണ്? എബിലിറ്റി ആണ്. ഓക്കെ. So tell me more examples of ability. പറയൂ. Use the modal verb can. I can dance. Okay. Then വേറെ ആരും പറയുന്നില്ല. ഓക്കെ. ഐ ക്യാൻ റൺ ഫാസ്റ്റ്. ഓക്കെ.
I can swim. I can swim. Then Walk. walk. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താണ് എബിലിറ്റി ആണ്. അപ്പൊ എബിലിറ്റി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. Then moving on to next point, ഏതാ പോസിബിലിറ്റി. പോസിബിലിറ്റി മീൻസ് എന്താ, ഒരു സാധ്യത അല്ലെ, പക്ഷെ അത് ഷുവർ ആയിരിക്കും. നോക്കൂ, പോസിബിലിറ്റി ഇപ്പോ ക്യാൻ യൂസ് ചെയ്ത് പറയുമ്പോൾ അത് ജനറലൈസ് ചെയ്ത് പറയും, എന്ന് വെച്ചാല് കോമൺ ആയിരിക്കും, കോമൺലി പോസിബിൾ ആയിരിക്കും. ഇപ്പോ എക്സാമ്പിൾ നോക്കൂ, സ്മോക്കിംഗ് ക്യാൻ കോസ് ക്യാൻസർ. എന്താണ്, അതൊരു പോസിബിലിറ്റി ആണ്. സ്മോക്കിംഗ് ക്യാൻ കോസ് ക്യാൻസർ. എന്താണ്, വലിച്ചാൽ ക്യാൻസർ വരും. അതെന്താ, പോസിബിലിറ്റി ആണ്, ഷുവർ ആണ്, വരും അല്ലെ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ക്യാൻ യൂസ് ചെയ്യും. നെക്സ്റ്റ് നോക്കിയേ, ഓവർ ഈറ്റിംഗ് ക്യാൻ കോസ് മെനി ഹെൽത്ത് ഇഷ്യൂസ്. അതും ഒരു പോസിബിലിറ്റി ആണ്. ഓക്കെ, അപ്പൊ പോസിബിലിറ്റി എന്താണെന്ന് മനസ്സിലായി. ദെൻ മൂവിങ് ഓൺ, നെക്സ്റ്റ് ഏതാ, പെർമിഷൻ. നമുക്ക് പെർമിഷൻ ചോദിക്കുമ്പോഴും നമ്മളത് ക്യാൻ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ പെർമിഷൻ ചോദിക്കുമ്പോഴും റിക്വസ്റ്റ് ചോദിക്കുമ്പോഴും ഒക്കെ നമ്മൾ ക്യാൻ യൂസ് ചെയ്യാറില്ലേ. ക്യാൻ യു ഗിവ് മീ ദ പെൻ ചോദിക്കാം, അത് റിക്വസ്റ്റ് ആണെന്ന് പറയാം. ക്യാൻ ഐ ബോറോ യുവർ നോട്ട്ബുക്ക് എന്ന് ചോദിക്കുമ്പോൾ അത് പെർമിഷൻ ആണ്, ഞാൻ അത് എടുത്തോട്ടെ എന്നാ ചോദിക്കുന്നത്, അപ്പൊ അത് പെർമിഷൻ ആണ്. ഓക്കെ, അപ്പൊ റിക്വസ്റ്റ് ചെയ്യുമ്പോഴും പെർമിഷൻ ചോദിക്കുമ്പോഴും നമ്മൾ ക്യാൻ യൂസ് ചെയ്യാറുണ്ട്. ക്ലിയർ? ക്ലിയർ. ഓക്കെ, ദെൻ ഓഫർ. നമ്മൾ എന്തെങ്കിലും ഓഫർ ചെയ്യുമ്പോഴും ക്യാൻ യൂസ് ചെയ്യാറുണ്ട്. എങ്ങനെ, ക്യാൻ ഐ ഹെൽപ്പ് യു, അതിന്റെ ഓഫർ ആണ്, ഞാൻ നിങ്ങളെ സഹായിക്കണോ അല്ലെ. അപ്പൊ അതൊരു ഓഫർ ആണ്. ഇപ്പൊ ഐ ക്യാൻ പേ ദ ബിൽ ഫോർ യു എന്ന് പറയുമ്പോൾ അത് ഓഫർ ആണ്, ഞാൻ ബില്ല് പേ ചെയ്യാം, ചെയ്തോട്ടെ അല്ലെ, അതൊരു ഓഫർ ആണ്. അപ്പൊ അങ്ങനെ പറയുമ്പോഴൊക്കെ ക്യാൻ നമുക്ക് യൂസ് ചെയ്യാം. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളല്ലേ ക്യാനിനെ കുറിച്ച്. അറിയാവുന്നതാണ്. അറിയാവുന്നതാണ്. ഓക്കെ, അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ പിന്നെ എന്താണ്, പോസിറ്റീവ് നെഗറ്റീവും അറിയാവുന്നതാണ് അല്ലെ. ഇപ്പോ സബ്ജക്ട്, ഈ സെന്റൻസ് നോക്കി, ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സെന്റൻസില് ഐ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. സോ സബ്ജക്റ്റിന് ശേഷം ക്യാൻ വന്നാല് അതിൽ ക്യാനിന് ശേഷം വരുന്നത് എന്താ, വേർബ് ആയിരിക്കണം. അത് ബേസ് ഫോം ഓഫ് വേർബ് ആയിരിക്കണം, അതായത് V1 ആയിരിക്കണം. ഓക്കെ, സ്പീക്ക്. അപ്പൊ സ്പീക്കിന്റെ V2 V3 ഏതായിരിക്കും? വിദ്യ മ്യൂട്ട് ചെയ്യൂ. അപ്പൊ ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്, സബ്ജക്റ്റിന് ശേഷം എന്താ, ക്യാൻ ആണ്. അപ്പൊ ക്യാനിന് ശേഷം എന്ത് വേർഡ് ആണോ വരുന്നത് ആ വേർഡ് എപ്പോഴും ബേസ് ഫോം ആയിരിക്കണം, വേർബിന്റെ ബേസ് ഫോം ആയിരിക്കണം. ഐ മീൻ V1 ആയിരിക്കണം. നമുക്കറിയാം V1 V2 V3 ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. സോ എപ്പോഴും V1 ആയിരിക്കണം അവിടെ ക്യാനിന് ശേഷം വരിക, അത് എപ്പോഴും ഓർത്ത് വെക്കണം. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോ അതിൽ നെഗറ്റീവ് എന്തായിട്ട് വരാ, ഐ കാണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നെഗറ്റീവ് അതാക്കുമ്പോ എന്താ, കനോട്ട്, അല്ലെങ്കിൽ അത് ഷോർട്ട് ഫോം ആണ്, ഇവിടെ കാൻഡ് എന്ന് പറയുന്നത് അല്ലെ. ഐ കാൺ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയാം, അത് നെഗറ്റീവ് സെന്റൻസ് ആണ്. ഓക്കെ, ദെൻ നോക്കൂ, യു ക്യാൻ റൈഡ് എ ബൈക്ക്. അത് നെഗറ്റീവ് ആയിട്ട് വരുമ്പോ യു കാൺ റൈഡ് എ ബൈക്ക്. പോസിറ്റീവ് നെഗറ്റീവും എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ പറഞ്ഞ എല്ലാവരും ക്ലിയർ ആണോ? എല്ലാവർക്കും ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ക്ലിയർ ആണോ? ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്ക് ക്യാൻ യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അല്ലെ. എങ്ങനെയാ ചോദിക്കുക? ക്യാൻ യു സീ, അതൊക്കെ ചോദിക്കാവുന്നതാണ്. ക്യാൻ യു സീ എന്ന് പറയുമ്പോൾ എന്താ ആൻസർ എന്താ പറയാ? യെസ്, ഐ കാൺ. പറ്റുമെങ്കിൽ ഐ കാൺ പറയാം, കഴിയില്ല എങ്കിൽ ഐ കാണ്ട് പറയാം. ഓക്കെ, ദെൻ ക്യാൻ ദേ സ്പീക്ക് ഫ്രഞ്ച്? അപ്പോഴും നമുക്ക് പറയാം യെസ് ദേ ക്യാൻ ഓർ ദേ ക്യാൻ അല്ലെ. അഥവാ ക്യാൻ യു പ്ലേ ദ ഗെയിം? നമ്മുടെ ആൻസർ എന്താ? യെസ് we can or we can't. Okay, clear? അപ്പൊ നമുക്ക് ക്യാൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് മാത്രമല്ല നമുക്ക് നമ്മുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ്സ് ഉണ്ട്, വേർ, വെൻ, വാട്ട്, ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. അതെങ്ങനെയാന്ന് നോക്കിയേ, വേർ ക്യാൻ യൂസ് ചെയ്യും. വേർ ക്യാൻ യൂസ് ചെയ്യും എന്ന് പറയുമ്പോൾ മീനിങ് എന്താ വരാ?
എവിടെയാണ് നിങ്ങൾ നീന്തുന്നത്? യാ, എവിടെയാണ് നീന്തുന്നത്? അപ്പോഴും ക്വസ്റ്റ്യൻ കറക്റ്റ് ആണ് അല്ലെ? വേറെ ഒന്നും ചേർത്തുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നുമില്ല, കറക്റ്റ് ആണ്. അപ്പൊ അത് വേർ, വെൻ, വാട്ട് അങ്ങനെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ ക്യാൻ ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നോക്കൂ, വെൻ ക്യാൻ യൂസ് ഇറ്റ്, എന്താ മീനിങ് വരാ? എപ്പോഴാണ് സ്വിം ചെയ്യുന്നത്? എപ്പോഴാണ്, അതും കറക്റ്റ് ആണ്. അപ്പൊ then what can we do tonight, നമുക്ക് എന്താ ചെയ്യാം ഈ രാത്രി, നമുക്ക് എന്താ ചെയ്യാം? then when can I see you again, ഇനി എപ്പോഴാണ് കാണുക അല്ലെ? then where can you buy a book, എവിടെയാണ് ഈ ബുക്ക് വാങ്ങിയത്? അപ്പൊ അങ്ങനെ നമുക്ക് ക്യാൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. ക്യാൻ എല്ലാവരും ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ക്യാൻ ഡൗട്ട് ഇല്ല. ഓക്കെ. Okay, moving on to the next modal verb. ഏതാ? Could ആണ്. Could എന്ന് പറയുമ്പോ could is just a past tense of can. Past tense ആണ് could എന്ന് പറയുന്നത്. Okay. ഇവിടെ നോക്കൂ, ഇവിടെ എബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു can യൂസ് ചെയ്യുമ്പോൾ എബിലിറ്റി എന്ന് പറയുന്നത് പ്രസന്റ് ആയിരിക്കും. പക്ഷെ കുട്ടിൽ വരുമ്പോ അത് എന്താ പാസ്റ്റ് ആയിരിക്കും എബിലിറ്റി പറയുന്നത്. കഴിഞ്ഞു പോയ കാര്യത്തെ കുറിച്ചായിരിക്കും എബിലിറ്റിയിൽ പറയാം. Okay, നോക്കൂ, I could play the guitar when I was in school. എന്താ പറയുന്നത്? അപ്പോൾ എന്താ? That means I have the ability in the past, but now I can't play the guitar. അല്ലേ? I can't play the guitar. It's been a long time out of practice. എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ പറയോ? I could play the guitar when I was in school എന്ന് പറയുമ്പോ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമില് ഗിറ്റാർ പ്ലേ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്താണ് ഇപ്പൊ പറ്റില്ല. അന്ന് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ പറ്റില്ല അല്ലെ? അങ്ങനെയാ. അപ്പോ ആ ഒരു സെൻസ് മീനിങ് വരാം എന്ന് വെച്ചാല് അത് കഴിഞ്ഞുപോയ കാര്യമാണ്. സോ അത് പാസ്റ്റ് ടെൻസ് ആണ്. എബിലിറ്റി പറയുമ്പോ കുട്ടി ഉപയോഗിച്ചിട്ട് പറയുന്നെങ്കിൽ അത് എപ്പോഴും പാസ്റ്റ് ടെൻസ് ആയിരിക്കും, കഴിഞ്ഞുപോയ കാര്യത്തെ കുറിച്ചായിരിക്കും. എക്സാമ്പിൾസ് നോക്കൂ. I could play cricket during my school എന്ന് പറയുന്നത് ഞാൻ ക്രിക്കറ്റ് കളിച്ചിരുന്നാണ്. എപ്പോ? സ്കൂൾ ടൈമിലാണ് അല്ലെ? അപ്പൊ അത് കഴിഞ്ഞുപോയ കാര്യമാണ്. ആ ഒരു എബിലിറ്റി പറയുമ്പോ ഈ കുഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും കഴിഞ്ഞുപോയ കാര്യത്തെ കുറിച്ചും എബിലിറ്റിയെ കുറിച്ചും പറയാനായിരിക്കും. ഓക്കെ. then I could eat a lot of food. എന്താ ഞാൻ ഒരുപാട് ഫുഡ് കഴിച്ചിരുന്നതാണ്, പക്ഷെ ഇപ്പോ ഇല്ല. ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ? കുഡ് വെച്ചിട്ട് എബിലിറ്റി ക്ലിയർ ആണോ? മനസ്സിലായോ? യെസ് മാം. ഓക്കെ, അപ്പൊ എക്സാമ്പിൾസ് പറയൂ. പറയൂ. I could dance when I was in 10th standard. Yeah, clear. Next one. Next one. Example പറയൂ. എല്ലാവരും പറയണം. പറഞ്ഞാലേ പഠിക്കുള്ളൂ. പറയൂ. സെൻസ് മേക്ക് ചെയ്യൂ. എന്തേ ഒന്നും മിണ്ടാത്തേ? ഇംഗ്ലീഷ് എന്താ നിങ്ങൾക്ക് പഠിക്കണ്ടേ? ഞാൻ വെറുതെ പറഞ്ഞു പോയാൽ മാത്രം മതിയോ? പറയൂ. മിസ്റ്റേക്ക് വന്നാലും സാരില്ല. ഇംഗ്ലീഷ് സംസാരിക്കല്ല, സെൻസ് മേക്ക് ചെയ്യൂ. എക്സാമ്പിൾ പറയൂ എല്ലാവരും. I could studied very well when I was in high school. I could play football. I could studied. ഞാൻ പറഞ്ഞു could ആയാലും can ആയാലും അതിനുശേഷം വരുന്നത് എപ്പോഴും V1 ഫോം ആയിരിക്കും. ഓക്കെ, അപ്പൊ സ്റ്റഡീഡ് എന്ന് പറയുന്നത് സ്റ്റഡി. ക്ലിയർ? Yeah. Next, I could go to my friend's home yesterday. I could visit many places. I could visit many places. Yeah, okay. ചെയ്തിരുന്നു. ഇപ്പോ ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. I could visit many places or more places. അപ്പൊ ഇപ്പോ ഇല്ല, അന്ന് ചെയ്തിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. She could buy a new car.
നമ്മള് she could buy a new car എന്ന് പറയുമ്പോൾ കാർ വാങ്ങിച്ചിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതങ്ങനെ വരുമോ? ഇവൾക്ക് ഒരു പുതിയ കാർ വാങ്ങാം, അത് കറക്റ്റ് ആണോ? അല്ല, എബിലിറ്റി ആണോ? നെക്സ്റ്റ് ഒന്ന് പറയൂ. എന്റെ ആരൊന്നും മിണ്ടാത്തേ. കാരുണ്യ ക്ലാസ്സിലുണ്ടോ? ട്രൈ when I was 7 years old. Okay. ക്ലാസ്സിൽ കാരുണ്യ ഉണ്ടോ? കാരുണ്യ? ഓക്കെ. നെക്സ്റ്റ് ആരാ? പറയൂ. നിങ്ങൾ എക്സാമ്പിൾ ഒന്നും പറയാതെ ഞാൻ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയില്ല കേട്ടോ. നിങ്ങൾ പറയണം എന്തായാലും. ഓക്കെ, ഇത് ഞാൻ വെറുതെ ക്ലാസ് എടുത്ത് പോയോണ്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണ്ടേ? സെന്റൻസ് മേക്ക് ചെയ്യാനെങ്കിലും പഠിക്കണ്ടേ? ട്രൈ ചെയ്യൂ. പറയുന്നുണ്ടോ? I could drive a scooty every day. I could be your best friend. Once more. I could be your best friend. I could be your best friend. എന്തേ എങ്ങനെ പറയാൻ കാരണം? പറയൂ. ഓക്കെ, നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. She could play the violin. Yeah, okay. Next one, possibility. I could visit many places. Okay. He could solve all problems. I could play video games during Corona time. ശരിയാ, കറക്റ്റ് ആണ്. Okay, moving on to next point. Possibility. Okay. I could play badminton with her friends. With her friends or with my friends അല്ലേ? അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ കളിച്ചിരുന്നു. Okay. Okay. Could I use your pen? Yeah, questions ഞാൻ പിന്നെ പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് എബിലിറ്റിയെ കുറിച്ച് പറയാനാണ്. ഓക്കെ, കറക്റ്റ് ആണോ പറയുന്നത്? ഓക്കെ, അപ്പൊ പോസിബിലിറ്റി നോക്കാം അവര്. Okay, when we want to talk about possibility, to talk about what is possible, we normally use the could, അല്ലേ? And not can. Possibility നമുക്ക് നോർമലി നമ്മൾ could ആണ് യൂസ് ചെയ്യാ. ക്യാനും യൂസ് ചെയ്തുകൊണ്ട് തെറ്റുണ്ടെന്നല്ല, പക്ഷെ കൂടുതലും could ആണ് യൂസ് ചെയ്യാന്നാ പറഞ്ഞത്. ഓക്കെ, suppose now imagine that you and me waiting for train at railway station. Okay, it's time to the train to arrive, but we don't see it. So I might say the train could be late. Okay, clear ആണോ എല്ലാവർക്കും? മാം, ആ ട്രെയിൻ കുഡ് ബി ലേറ്റ് പറഞ്ഞോണ്ട് ശരിക്കും ആ മീനിങ് എന്താ ഉദ്ദേശിച്ചത്? അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മള് ഒരു ബസ് സ്റ്റോപ്പിലോ എവിടെയെങ്കിലും ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ ചിലപ്പോ 10:30 ബസ്, 10:30 ബസ് വന്നില്ല. അപ്പൊ നമ്മൾ എന്താ പറയാ? ചിലപ്പോ ബസ് ചിലപ്പോ എന്താ ലേറ്റ് ആയിരിക്കും, അങ്ങനെ പറയാറുണ്ടോ? അത് പറയും, പറയാറുണ്ട്. അങ്ങനെ പറയുമ്പോ നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം, ദ ബസ് കുഡ് ബി ലേറ്റ് എന്ന് പറയാം. സോ അത് പ്രസന്റിൽ നടന്നൊരു സംഭവമാണ്, ആണോ? സോ ഇവിടെ പോസിബിലിറ്റി നമ്മൾ കൂട്ടി വെച്ച് പറയുമ്പോ നമുക്ക് പ്രസന്റിൽ നടന്ന സംഭവത്തെ കുറിച്ച് പറയാം, ഫ്യൂച്ചറുള്ളത് പറയാം, ദെൻ പാസ്റ്റ് ഉള്ളതും പറയാൻ പറ്റും. ഓക്കെ, ഓക്കെ, ക്ലിയർ? അപ്പൊ നമുക്ക് അങ്ങനെ പറയും, ട്രെയിൻ കുഡ് ബി ലേറ്റ്. ട്രെയിൻ ചിലപ്പോ ലേറ്റ് ആയേക്കാം. ഇത് പ്രസന്റ് ആണ്. ഓക്കെ,
കാരണം ഒരു ഗസ് ആണല്ലേ, ഐ മേക്കിംഗ് ഗസ് അബൌട്ട് കറന്റ് ഓർ പ്രസന്റ് സിറ്റുവേഷൻസ് അല്ലെ, സെയിങ് വാട്ട് ഈസ് പോസിബിൾ. നമുക്കൊരു എന്താ അത് ഒരു ഡൗട്ടാണ്, ഡൗട്ടല്ല ഒരു ഗസ് ആണ് നമ്മൾ ഇതിനെ കുറിച്ച് പറയുന്നത്. പക്ഷെ എന്താണ് അത്, അതൊരു പോസിബിൾ ആണല്ലേ, ചിലപ്പോൾ വൈകിയേക്കാം, ചിലപ്പോൾ വൈകി വന്നേക്കാം അല്ലെ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് കുഡ് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ദ ട്രെയിൻ കുഡ് ബി ലേറ്റ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിലോ നമുക്ക് വേണമെങ്കിൽ പറയാം ചിലപ്പോ അവൻ വരാൻ ലേറ്റ് ആയിരിക്കും അല്ലെ. എന്ന് പറയുമ്പോ എന്താ, ഹി കുഡ് ബി ലേറ്റ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വേറൊരു എക്സാമ്പിൾ നോക്കൂ. ഇറ്റ് കുഡ് റെയിൻ ടുഡേ എന്ന് പറയുമ്പോൾ എന്താ, മഴ അത് പെയ്ത് പാസ്റ്റിൽ നടന്നതാണ് അല്ലേ? പാസ്റ്റിൽ നടന്നാണോ? അതെങ്ങനെയാ It പാസ്റ്റിൽ could rain today പറഞ്ഞാല് ഇന്ന് മഴ പെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ്, മഴ പെയ്തിട്ടുണ്ട് എന്നാണ്. മഴ പെയ്തിട്ടുണ്ടെന്നാണോ മഴ ഇവിടെ പെയ്യാൻ പറയുന്നത്? സാധ്യതയുണ്ടെന്നല്ലേ? മഴ മഴ പെയ്തേക്കാം. ഓക്കെ. അങ്ങനെയാ പറയാ. ഇറ്റ് കുഡ് റെയിൻ ടുഡേ എന്ന് വേണമെങ്കിൽ മഴ പെയ്തേക്കാം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ പറയുമ്പോൾ അത് പ്രസന്റ് ആണ്. നെക്സ്റ്റ് നോക്കിയേ, ഇഫ് യു ഡോണ്ട് സ്റ്റഡി യു കുഡ് ഫെയിൽ ദി എക്സാം. ഓക്കെ, അപ്പൊ ഐ ഷുവർ ടു ഫെയിൽ ദി എക്സാം? നോ അല്ലെ. ഷുവർ ആണോ? ഷുവർ അല്ല. എന്താ എക്സാമിന് ഫെയിൽ ആകോ? ഷുവർ ആണോ? അല്ല. നോ അല്ലെ. യു കുഡ് പാസ് ബട്ട് എന്താ, അതെന്തുകൊണ്ടാണ്? ബട്ട് യു ഡോണ്ട് സ്റ്റഡി വെൽ അല്ലെ. ഇഫ് യു ഡോണ്ട് സ്റ്റഡി വെൽ യു കുഡ് ഫെയിൽ എന്ന് പറയും. അതെന്താ, ഫ്യൂച്ചർ ആണ്. ശരിയാണോ? ഫ്യൂച്ചർ ആണോ? Notice this sentence talk about future possibility. Okay, നമുക്ക് എന്താണ്, അവ പഠിച്ചില്ലെങ്കിൽ അവൻ പാസ്സാകില്ല. ശരിയാണ്, അതെന്താ ഫ്യൂച്ചർ നടക്കുന്ന കാര്യമാണ്. പഠിച്ചില്ലെങ്കിൽ പാസ്സാകില്ല, ചിലപ്പോൾ പാസ് ആവാൻ ചാൻസ് ഉണ്ട്. ഫ്യൂച്ചർ ആണ്. അങ്ങനെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുഡ് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. If you don't study you could fail the exam. Okay, next one നോക്കൂ. If they are more powerful a lot of crime could be prevented. നമ്മൾ കുറച്ചുകൂടെ പവർഫുൾ ആണെങ്കിൽ എന്താ, കുറച്ചുകൂടെ ക്രൈം എന്താ പ്രിവെന്റ് ചെയ്യാൻ പറ്റും അല്ലെ. അതൊരു ഫ്യൂച്ചർ ആണ്. സോ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറയുമ്പോഴും നമുക്ക് അവിടെ കുഡ് യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ക്ലിയർ? ഓക്കെ, അപ്പോ ഇവിടെ നോക്കൂ. ഇപ്പൊ നമ്മള് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ പോസിബിലിറ്റീസിനെ കുറിച്ച് പറഞ്ഞു. ദെൻ we can here is an example. നോക്കൂ, എന്തിനാ past possibilities. Okay, നോക്കൂ. Robert could have gotten the job or he had gone to the interview. Sentence meaning എന്താ വരാ? Can anyone say the meaning of this sentence? Past tense ആണ്. പോയ ജോലി റോബർട്ടിന് കിട്ടി. Jamshina, can you say it loudly? I can hear you. ഇന്റർവ്യൂവിന് പോയ ആ ജോലി, ആ ഇന്റർവ്യൂവിൽ അതേ റോബർട്ടിന് ജോലി കിട്ടിയെന്നാണ് അർത്ഥം. അവൻ ആ ഇന്റർവ്യൂവിൽ പോയിരുന്നെങ്കിൽ അവന് ജോലി കിട്ടിയേനെ. സോ this sentence എന്താ, this sentence is past tense. past tense അല്ലേ. അവൻ ഇന്റർവ്യൂവിന് പോയിരുന്നെങ്കിൽ അവന് ജോലി കിട്ടിയേനെ. പാസ്റ്റ് ആണ്, കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് അവിടെ കുഡ് യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ക്യാൻ ഇവിടെ യൂസ് ചെയ്യാം. പാസ്റ്റിൽ ക്യാൻ യൂസ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? നിങ്ങൾ ഒന്നും ഇല്ലാതെ മാം ഇപ്പൊ തന്നെ പറഞ്ഞതൊന്നും കൂടി പറയോ? ക്ലിയർ ആയില്ല, വോയിസ് കുറവായില്ല കേട്ടത്. മൂന്നാമത്തെ നോക്കൂ. റോബർട്ട് കുഡ് ഹാവ് ഗോട്ടൺ ദി ജോബ് ഓഫ് ഹി ഹാഡ് ഓഫ് അല്ലട്ടാ, ഇഫ് ആണ് അവിടെ, സോറി, ഇഫ് ആണ്. റോബർട്ട് കുഡ് ഹാവ് ഗോട്ടൺ ദി ജോബ് ഇഫ് ഹി ഹാഡ് ഗോൺ ടു ദ ഇന്റർവ്യൂ. എന്താ, അവൻ ഇന്റർവ്യൂവിന് പോയിരുന്നെങ്കിൽ അവന് ജോലി കിട്ടിയേനെ. അതൊരു പാസ്റ്റ് ടെൻസ് ആണ്. സോ വി ക്യാൻ യൂസ് കുഡ് ഹിയർ. ഓക്കെ, കുഡ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും.
പാസ്റ്റ് ടെൻസ് ആണെങ്കിലും കുഡ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ? അപ്പൊ നമുക്ക് ക്യാൻ ഞാൻ പറഞ്ഞല്ലോ, there is one situation where you can use can. എന്താ, when we want to talk about in general possibilities. So അങ്ങനെ ജനറൽ പോസിബിലിറ്റീസ് പറയുമ്പോൾ നമുക്ക് ക്യാൻ യൂസ് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നോ? Yes, ma'am. യെസ്. അപ്പോ ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കൂ, യു ക്യാൻ ക്യാച്ച് എ കോൾ ഇഫ് യു ഗോ ഔട്ട് ദ റെയിൻ. സെൻസ് മീനിങ് എന്താ? യു ക്യാൻ ക്യാച്ച് എ കോൾ ഇഫ് യു ഗോ ഔട്ട് ദ റെയിൻ. മഴയത്ത് പോയിരുന്നെങ്കിൽ കോൾഡ് പിടിക്കുമായിരുന്നു. മഴയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ കോൾഡ് പിടിക്കും എന്നല്ലേ? അതെ, കോൾഡ് പിടിക്കും എന്നാണ്. ഓക്കെ, കോൾഡ് പിടിക്കും. അതെന്താ, ഷുവർ ആണ്, അതൊരു പോസിബിലിറ്റി ആണ്. കൂടുതൽ എന്താ, ജനറൽ പോസിബിലിറ്റി ആണ്, കോമൺ പോസിബിലിറ്റി ആണ്. അങ്ങനെ കോമണിൽ നമുക്ക് പോസിബിലിറ്റി പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ക്യാൻ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, then നോക്കൂ, traveling across Europe can be quite expensive. എന്താ, നമ്മൾ ട്രാവലിംഗ് യൂറോപ്പ് കൺട്രീസിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ എന്താ, കുറച്ച് എക്സ്പെൻസീവ് ആണ്. അത് നമുക്ക് എന്താണ്, ജനറൽ പോസിബിലിറ്റി ആണ്. Can see these are just a general possibilities. Okay, in this case, you can use can, but this use is less common. നമ്മൾ can അങ്ങനെ പുതിയ കുറവാണ് യൂസ് ചെയ്യാറ്. Okay, when we talk about possibilities in our life, we can use could. Okay, could യൂസ് ചെയ്തുകൊണ്ട് തെറ്റല്ല. ക്യാൻ അങ്ങനെ പൊതുവെ യൂസ് ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. ക്യാൻ സപ്പോസ് ക്യാൻ യൂസ് ചെയ്തുകൊണ്ട് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ ജനറൽ പോസിബിലിറ്റീസ് നിങ്ങൾ പറയുമ്പോൾ ക്യാൻ യൂസ് ചെയ്തു, പക്ഷെ അവൻ പറയാ ആ മിസ്റ്റേക്ക് തെറ്റാണെന്ന് ആരും പറയില്ല. ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഡൗട്ട് ഇല്ല? ഓക്കെ. Then next, polite expressions. Polite expressions എല്ലാവർക്കും അറിയാവുന്നതാണ്. For this purpose, for making suggestion. For this purpose, we can use could. അല്ലേ? We could try. We could try that new Italian restaurant tonight. എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ട്രൈ ചെയ്യാം അല്ലേ? ആ റെസ്റ്റോറന്റ് ട്രൈ ചെയ്യാം എന്നാണ് പറയുന്നത്. ഇന്ന് രാത്രി ട്രൈ ചെയ്യാം, ഇറ്റാലിയൻ ഫുഡ് ട്രൈ ചെയ്യാം എന്നാണ് പറയുന്നത്. അതെന്താണ്, ഒരു സജഷൻ ആണ്. അപ്പൊ സജഷൻ പറയുമ്പോൾ കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ടാണ് പറയുന്നെങ്കിൽ നമ്മളോട് കുഡ് യൂസ് ചെയ്യാം. ഓക്കെ, then നോക്കൂ, you could ask your sister to lend you some money. എന്താണ്, കുറച്ച് മണി കടം ചോദിക്കുന്നു അല്ലെ? You could ask your sister to lend you some money. കുറച്ച് lend means കടം ചോദിക്കുക എന്നാണ്. ഓക്കെ, ക്ലിയർ? നോക്കൂ, അതിന്റെ ഒരു സജഷൻ ആണ്. I'm suggesting that if you want your money, you can ask your sister. നിനക്ക് മണി ആവശ്യമാണെങ്കിൽ നിനക്ക് സിസ്റ്ററിനോട് ചോദിക്കാം. അതൊരു സജഷൻ ആണ്. അങ്ങനെ സജഷൻ ഒരു പൊളൈറ്റ്നെസ്സിനോട് കൂടി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കുഡ് യൂസ് ചെയ്യാം. അവിടെ ക്യാൻ യൂസ് ചെയ്തുകൊണ്ട് തെറ്റില്ല. ക്യാൻ ചോദിക്കുമ്പോൾ നമ്മൾ എന്താ, ഇപ്പൊ നമുക്ക് ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഇടയാണെങ്കിൽ നമുക്ക് അവിടെ ക്യാൻ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. അതേസമയം നമ്മൾ വേറെ അറിയാത്തൊരു സ്ട്രേഞ്ചറോ അല്ലെങ്കിൽ വേറെ സുപ്പീരിയർ ഓഫീസേഴ്സോ അങ്ങനെ സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്ന ഒരു കുറച്ചുകൂടെ ഫോർമൽ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരോടാണെങ്കിൽ നമ്മളെന്താ അവിടെ കുറച്ചുകൂടി പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുള്ളൂ. സോ വി ക്യാൻ യൂസ് ദ എന്താ കുഡ് അല്ലെ? കുഡ് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Yes, ma'am. Yes, ma'am. Any doubt? No, ma'am. No. ജംഷീന ഫുഡ് കഴിച്ചിരുന്നോ? Yes, ma'am. എന്തേ ഒരു ഉഷാറില്ലാത്തേ? ആർക്കും ഒരു ഉഷാറില്ലാത്തേ? ജിത്തു വിജയ്, ജിത്തു എന്നാണ് പേര്? ജിതു. ജിത്തു, ഓക്കെ. ജിത്തു എന്തേ ആക്റ്റീവ് അല്ല? ഞാൻ പറയുന്നുണ്ട് മാം. ഓക്കെ, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും? ശ്രദ്ധിച്ചിരിക്കുന്നോണ്ടാണ് സംസാരിക്കാത്തത്. ഇങ്ങനെ ഡൗട്ട് വരുന്നു, അങ്ങനെയുള്ളപ്പോ ഡൗട്ട് വരുന്നു. ജംഷീനക്ക് ഡൗട്ട് ഉണ്ടോ? കൊറേ ഇങ്ങനെ പറയുമ്പോ അങ്ങോട്ട് തെറ്റിപ്പോണ്.
അതെല്ലാം ഞാൻ ചോദിച്ചു, നിങ്ങളും മിണ്ടാത്തോണ്ടാണ് ഞാൻ ഈ സ്പീഡിൽ പോകുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് പോവാം. പറയുമ്പോ അപ്പൊ തന്നെ ആരും ഒന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ എല്ലാവർക്കും പോകുന്നു, എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ, പറയൂ. അല്ല പറയണത് മനസ്സിലാവുന്നുണ്ട്, പിന്നെ ഇപ്പുറത്തെ പേജിക്കാണ് നോക്കുമ്പോ മനസ്സിലാവുള്ള. നമുക്കൊരു കാര്യം ചെയ്യാം, ലാസ്റ്റ് ഒന്നുകൂടെ ഒന്ന് സ്പീഡിലൊന്ന് പോവാം. ഓക്കെ ഓക്കെ മാം. ഓക്കെ. അപ്പൊ മേക്കിംഗ് സജഷൻ നമ്മൾ പറഞ്ഞു. ദെൻ മേക്കിംഗ് റിക്വസ്റ്റ്. മേക്കിംഗ് റിക്വസ്റ്റ് നോക്കൂ, ക്യാൻ ഓർ കുഡ് നമുക്ക് യൂസ് ചെയ്യാം. നോക്കൂ, ഇപ്പൊ ക്യാൻ യു പാസ് മി ദ പെൻ എന്ന് പറയാം. കറക്റ്റ് ആണ്, ക്ലിയർ ആണ്. ഓക്കെ, ദെൻ കുഡ് യു പാസ് മി ദ പെൻ പ്ലീസ്. അപ്പൊ കുഡിന്റെ ഒപ്പമാണ് നമ്മൾ എപ്പോഴും പ്ലീസ് യൂസ് ചെയ്യാം. കുഡ് എന്താ കുറച്ചൊരു പൊളൈറ്റ്നെസ് ആണ്, നമ്മൾ താഴ്മയോട് കൂടി പറയുന്നതാണ് എന്താ കുഡ് എന്ന് പറയുന്നത്. അപ്പൊ കുഡിന്റെ കൂടെ എപ്പോഴും പ്ലീസ് വരും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നോക്കൂ, കുഡ് ഐ സ്പീക്ക് ടു രാഹുൽ പ്ലീസ് ചോദിക്കാം. ഞാൻ രാഹുലിനോട് ഒന്ന് സംസാരിച്ചോട്ടെ. അങ്ങനെ ചോദിക്കുമ്പോഴെന്താ അത് പൊളൈറ്റ്നെസ് ആണ്. ഓക്കെ, ഹിയർ നോക്കൂ, ഹിയർ ദോസ് ക്യാൻ ഹിയർ ദോസ് ക്യാൻ ആൻഡ് കുഡ് പോസിബിൾ. ഇവിടെ ക്യാൻ ആൻഡ് കുഡ് പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ ക്യാനിന്റെ കൂടെ പ്ലീസ് നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. പ്ലീസ് യൂസ് ചെയ്യില്ല. I said please at the end of the sentence with could, അല്ലെ? couldന്റെ ഒപ്പമാണ് ഇപ്പൊ യൂസ് ചെയ്യാം. That because could is more polite than can. could can-നേക്കാളും കുറച്ചൊരു polite ആണ്. So we can use please with could. Clear? So if you are in a formal situation, like you talking to your boss or other superiors, and you want to be more polite. ശരിയല്ലേ? നിങ്ങളുടെ ഇപ്പോ ആരെങ്കിലും ബോസോ സുപ്പീരിയേഴ്സിനോട് സംസാരിക്കുമ്പോൾ ഇൻഫോർമൽ ആയിട്ടാണ് സംസാരിക്കുക. ആരെങ്കിലും ഫോർമൽ ആയിട്ടല്ലേ സംസാരിക്കുക. അപ്പൊ ഫോർമൽ ആയിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ എന്താ മസ്റ്റ് ബി മോർ പൊളൈറ്റ്, അല്ലെ? നമ്മൾ ഓട്ടോമാറ്റിക്കലി പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുക. അപ്പോ സോ യു ക്യാൻ യൂസ് ദർ കുഡ്. ഓക്കെ, if you are with your friends or families, then we can use can. Clear? Clear. Clear ആണോ? Ma'am, a doubt ചോദിച്ചോട്ടെ? ഹലോ, ചോദിച്ചോട്ടെ. മാം, ക്യാൻ യു പ്ലീസ് മൂവ് എന്ന് പറയുന്നത് അതൊക്കെ തെറ്റാണോ അങ്ങനെ പറയുന്നത്? Can you പ്ലീസ് മൂവ് എന്നൊക്കെ പറയത്തില്ലേ? can you please more? മൂവ്. Can you please move? തെറ്റല്ല, ശരിയാണ്. ഞാൻ പറഞ്ഞ തെറ്റല്ല, ഈ തെറ്റൊന്നുമല്ല അത്. സംസാരിക്കാം. ഞാൻ പറഞ്ഞല്ലേ, നിങ്ങളിപ്പോ നിങ്ങളുടെ ടീച്ചേഴ്സോ നിങ്ങൾക്ക് നമുക്ക് എന്താ നമ്മള് എവിടെയെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാനേജറോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അവരോട് നമ്മൾ ചോദിക്കുമ്പോ ക്യാൻ വെച്ചിട്ട് ചോദിക്കുവോ ആരെങ്കിലും? പൊതുവെ ഇങ്ങനെ ചോദിച്ചാലും തെറ്റെന്ന് ഞാൻ പറയില്ല, തെറ്റല്ല. പക്ഷെ നമുക്കത് ആ ഗുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവർക്കത് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവും നമ്മൾ കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുന്നത്. പക്ഷെ ക്യാൻ എന്ന് പറയുമ്പോൾ അത് പൊളൈറ്റ്നെസ് അവിടെ ഉണ്ടാവില്ല. ഓക്കെ, നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ പറയില്ലേ, അപ്പൊ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവിടെ നമുക്ക് പൊളൈറ്റിന്റെ ആവശ്യമില്ല. നമുക്ക് അവരോട് പറയാം, ക്യാൻ വെച്ചിട്ട് പറയാം, അല്ലെ? ക്യാൻ യു ഗിവ് ദ പെൻ എന്ന് പറഞ്ഞാൽ നിനക്ക് ആ പേന തരൂ എന്ന് പറയാം. പക്ഷെ അവിടെ കുഡ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ ചോദിക്കുന്ന ആള് അവർ കേൾക്കുന്ന ആളുണ്ടല്ലോ, അവർക്ക് മനസ്സിലാവും. അവന് കുറച്ചുകൂടെ പൊളൈറ്റ് ആയിട്ട് ചോദിച്ചാൽ അവർക്കത് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു വേണം. ഓക്കെ, അത്രയേ ഉള്ളൂ വ്യത്യാസം. ക്യാനും ഗുഡും അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് നോക്കിയേ, മേക്കിംഗ് ഓഫേഴ്സ് പറയുമ്പോഴും could I get you something to drink sir എന്ന് ചോദിക്കാം, അല്ലെ? അപ്പൊ could I എന്ന് പറയുമ്പോൾ പൊളൈറ്റ് ആണ്. ക്യാൻ എന്ന് പറയുമ്പോൾ അത് ഇൻഫോർമൽ ആണ്. Can you drink? Can I get you something to drink? എന്ന് വെച്ചാൽ നമുക്കൊരു ഫ്രണ്ടിനോട് ചോദിച്ചാല് ഓക്കെ. ഇപ്പൊ നമ്മള് വേറെ ആൾക്കാരോട് ചോദിച്ചെന്ന് വെച്ച് തെറ്റല്ല, ഞാൻ പറഞ്ഞ തെറ്റല്ല. ഗുഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പൊളൈറ്റ്നെസ് അതിൽ ഫീൽ ചെയ്യിക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അപ്പൊ മേക്കിംഗ് ഓഫേഴ്സ് ക്ലിയർ അല്ലേ? ദെൻ ആസ്കിംഗ് പെർമിഷൻ ചോദിക്കുമ്പോഴും നമ്മള് കുഡും ക്യാനും യൂസ് ചെയ്യാം. ഇത് തന്നെ സെയിം തിങ്. ഫോർമൽ ആണെങ്കിൽ കുഡ് യൂസ് ചെയ്യാം, ഇൻഫോർമൽ ആണെങ്കിൽ ക്യാൻ യൂസ് ചെയ്യാം. അത്രയേ ഉള്ളൂ. മാം, ഓക്കെ, ചോദിക്കും. ഇൻഫോർമൽ ആയിട്ട് സംസാരിക്കുമ്പോ ക്യാനും
പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുമ്പോ കുഡും പ്ലീസും അല്ലേ ആഡ് ചെയ്യേണ്ടത്? Yeah, ഓക്കെ. ചെയ്യാം. ചെയ്തില്ലെങ്കിൽ തെറ്റല്ല കേട്ടോ. പക്ഷെ അത് നമുക്കിപ്പോ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി നമ്മളിപ്പോ ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബിഹേവിയർ വെച്ചിട്ട് അവരെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? ഇപ്പൊ നിങ്ങൾ എന്നോട് പെരുമാറുന്ന പോലെയായിരിക്കും ഞാൻ ആ കുട്ടി അങ്ങനെയാണ് അങ്ങനെ ഒരു എന്താ അങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ. ശരിയാണോ? അപ്പൊ നമ്മുടെ ബിഹേവിയർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒരു വ്യക്തിയെ കൂടുതൽ മനസ്സിലാക്കുന്നത് അവരുടെ ബിഹേവിയറിലൂടെയാണ്. ആണോ? യെസ് മാം. അപ്പോ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇപ്പൊ കുറച്ചുകൂടെ എൽഡേഴ്സ് ആണെങ്കിലും അതിനെ കുറച്ചൊരു വേറെ ഒരു ഹൈ ലെവലിലേക്ക് ഇരിക്കുന്നവരോടൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ചൊരു ഫുഡ് യൂസ് ചെയ്യുന്ന വെച്ചിട്ട് നല്ലതാണ്. ഞാൻ എന്റെ ഒപ്പീനിയൻ ആണ് പറയുന്നത്, നല്ലതാണ്. ഓക്കെ. ഇപ്പൊ നമ്മൾ അപേക്ഷയൊക്കെ എഴുതൂലേ? അപേക്ഷയൊക്കെ എഴുതുമ്പോ താഴ്മയായി ഞാൻ അപേക്ഷിക്കുന്നു എന്നൊക്കെ പറയരുതേ, അങ്ങനെയൊക്കെ പറയില്ലേ? അതെന്താണ്? അതൊരു പൊളൈറ്റ്നെസ് ആണ് അല്ലേ? ശരിയാണോ? യെസ് മാം. ഗുഡ് ആണ് നമ്മളോട് കുറച്ചൊരു ബെറ്റർ. ക്ലിയർ? ഇതൊന്ന് ആൻസർ ചെയ്യാൻ പറ്റും നോക്കിയേ. Fill in the gaps with using can and could. First question, dash. Can I get you something to eat? Yeah. Answer? Can. അല്ലേ വരിക? Can I get you something to eat? Can. Yeah, can ആണ്. പ്രശാന്ത് can ആണ്. Okay. Next one, second one question. Can you read? I dash run a mile in 10 minutes when I was younger. Could ആണ് വരാ. I could run a mile in 10 minutes when I was younger. Good ആണ് വരാ. Clear. Dash you send me the details, please. Can you send me the details, please? Could you send me? Please വന്നോണ്ട്. Could you send me the details, please? Yeah, right. Fourth one. Many swimmers dash hold their breath for more than 3 minutes. Many swimmers dash Many swimmers can hold their breath. Can അല്ലേ? Can. ആണോ? Many swimmers Can ആണോ? എന്തുകൊണ്ട് അവിടെ ക്യാൻ വന്നേ? എന്തുകൊണ്ടാ ക്യാൻ വന്നേ? ഹോൾഡ് ചെയ്യാൻ കഴിയും. Yeah, ability ആണ്. So we can use the can. Clear? Many swimmers can hold their breath for more than 3 minutes in underwater. Okay, clear. Fifth one, last one. Could I have another slice of that cake, please? Yeah, could I have another slice of that cake, please? Could Anna. Clear? Yes ma'am. Yeah. Do you have any doubt about the topic? Can and could? All clear? Clear. Clear ആണ്. Yes ma'am. Yes. മാം ആ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി സ്ക്രീനിൽ കാണിക്കൂ. എഴുതിയെടുക്കണ്ടോ? എഴുതിയെടുക്കാനല്ല, സ്ക്രീൻഷോട്ട് എടുക്കാൻ. സ്ക്രീൻഷോട്ട് എടുക്കണം. എന്തിനാണ്? ക്ലാസ്സിൽ നാളെ ക്ലാസ്സിലിടില്ലേ? അല്ല, ഒന്ന് വെറുതെ നോക്കാൻ. ഓക്കെ. അപ്പോ ഇന്നത്തെ പോർഷൻസ് എല്ലാവർക്കും ക്ലിയർ ആണ്, ഡൗട്ട് ഒന്നുമില്ല എന്നാണ് പറയുന്നത്. ആണോ? ഇപ്പൊ ഡൗട്ട് ഇല്ല. എന്തോ? കുറച്ച് ക്വസ്റ്റ്യൻസ് തരുമോ? കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ വേണോ? ക്യാൻ ലിസ്റ്റ്. യെസ് മാം. നമുക്ക് ഞാൻ തരാം. ഓക്കെ, ഇപ്പൊ ക്യാൻ ഫുഡ് ഇതെല്ലാം ക്ലിയർ അല്ലേ? അപ്പോ യെസ് മാം. ഓക്കെ, അപ്പൊ ഓരോരുത്തരോട് പറയാ ക്യാൻ എന്താണ്. ഞാനിപ്പോ പറഞ്ഞതൊക്കെ പറയാം, അതെല്ലാം ഇംഗ്ലീഷിൽ പറയാം.
ക്ലിയർ ആണോ ഞാനിപ്പോ പറഞ്ഞത്? യെസ് മാം. ഞാനിപ്പോ എന്താ പഠിപ്പിച്ചത്? ക്യാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്, കുഡ് എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് ഇംഗ്ലീഷില് നിങ്ങൾ ഷോർട്ട് നോട്ട് ആക്കി എഴുതുക. ദെൻ എന്നോട് പറയാ. മനസ്സിലായത് എന്താണോ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതുക. തെറ്റിയാലും കുഴപ്പമില്ല, എഴുതിക്കോളൂ. ഓൺ വേർഡ്സിൽ എഴുതുക. Can and could. How can we use can? How can we use could? So write it down the short note of your own words, in your own words. എഴുതി കഴിയുമ്പോൾ പറയണം. എഴുതുന്നുണ്ടോ എല്ലാവരും? എഴുതുന്നുണ്ടോ? യെസ് മാം. Yes. Yeah. കഴിഞ്ഞോ? ആരുടെയെങ്കിലും കഴിഞ്ഞോ? മാം ജസ്റ്റ് പറയാം. Can is a mononym verb. Can verb used for express permission, ability, possibility, request. In ability, can is used in present tense. The format is subject plus can plus V1 is used. Could is used for more polite than can. So could use please, sir, etc. Yeah. Clear. Okay. Anyone? വേറെ ആരെങ്കിലും കഴിഞ്ഞോ? ആരുടെ കഴിഞ്ഞിട്ടില്ല? നെച്ചു. നെച്ചു കേൾക്കുന്നുണ്ടോ? നെച്ചൂസ് ആണോ? നെച്ചൂസ്. Can you hear me? No. വേറെ ആരെങ്കിലും കഴിഞ്ഞോ? എന്തെങ്കിലും ഒന്ന് പറയൂ. ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയൂ. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയൂ.
Yes or no? എല്ലാവരും പോയോ? ആരുമില്ല? കീർത്തി യെസ് മാം. കഴിഞ്ഞോ? ഇല്ല മാം. ഇല്ല. ഞാൻ ആദ്യം കേറിയില്ലായിരുന്നു. ഉണ്ടായിരുന്നു, പക്ഷെ കേട്ടില്ല, ക്ലാസ് കേട്ടില്ലായിരുന്നു. അപ്പൊ ക്യാൻ്റെ അത് ഞാനിപ്പോ എഴുതി എടുക്കുന്നേ ഉള്ളൂ. ഒരാൾ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായത് വെച്ചിട്ട്. ഓക്കെ. വിദ്യ വിദ്യ Okay, ma'am. കഴിഞ്ഞോ? കുറച്ച് എഴുതിയിട്ടുണ്ട്. കുറച്ച് പറഞ്ഞു. Can is a formal verb. Can express information, offer ability, possibility. Could indicates more polite. ഇത്രേ ഉള്ളൂ. ഇത്രേ എഴുതിയിട്ടുള്ളൂ. ഓക്കെ. ജിൻഷ ജിൻഷ കുറച്ച് എഴുതിയിട്ടുള്ളത് അറിയില്ല. കുഴപ്പമില്ല, പറയൂ. Can is a for in informal words and friends. Example, I ask son. Example, I can speak English. Base form. I is a subject. We then could is a high position. Formal, not formal. Example, could you speak in English, please? കഴിഞ്ഞോ? ഓക്കെ. ലയാമോൾ ലയാമോൾ എപ്പത്തിന് പോയോ? അരുണിമ അനീറ്റ ആരുടെങ്കിലും കഴിഞ്ഞോ? ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാ? ഇംഗ്ലീഷ് സംസാരിപ്പിക്കുന്ന ക്ലാസ് ആണെങ്കിൽ ഇപ്പൊ ആരും മിണ്ടില്ലേ? പറയൂ. അശ്വതി കേസ് ക്ലാസ്സിൽ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തു. ആരൊക്കെ ക്ലാസ്സിലുള്ള ഇപ്പോ? കേൾക്കുന്നവരാരാ? ആരെങ്കിലും ഉണ്ടോ? ജിജു ഓക്കെ. കീർത്തിന് കഴിഞ്ഞാണോ? ഞാൻ എഴുതി എത്രയും പറഞ്ഞാൽ മതിയോ? പറഞ്ഞോ, കുഴപ്പമില്ല, പറയൂ. പൊളൈറ്റ് എക്സ്പ്രഷൻ, മേക്കിംഗ് സജഷൻസ്, അതോട്ട് പറഞ്ഞാൽ മതിയോ? പറഞ്ഞോളൂ, എന്തായാലും കുഴപ്പമില്ല, പറയൂ. നിങ്ങൾ സംസാരിച്ചാൽ മതി. എനിക്ക് കുട്ടി യൂസ് ചെയ്യുന്നത്, കുട്ടീസ് ഓൾസോ യൂസ് ടു ദ റിക്വസ്റ്റ് ആൻഡ് also known as also used to offer, request and offer.
Can is expression as an permission. Can is informal word used to like friends, others, and in higher persons are used to good informal words. അത്രേ എഴുതിയോളൂ മിസ്സേ. ബാക്കി പറഞ്ഞല്ലോ. ഓക്കെ, ടൈപ്പ് ചെയ്താൽ മതി. നിങ്ങൾ സംസാരിക്കുമ്പോൾ, ഒരാളോട് സംസാരിക്കുമ്പോൾ ടൈപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കാറാണോ ചെയ്യാറ്? എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്തുതരാം, നിങ്ങൾ വായിക്കൂ. ആണോ? ഇംഗ്ലീഷ് നിങ്ങൾ അങ്ങനെ ചെയ്യാനാ ഉദ്ദേശിക്കുന്നേ? ബസ്സിലാണോ? ഓക്കെ, ബസ്സിലാണെങ്കിൽ ഓക്കെ, ടൈപ്പ് ചെയ്തോളൂ. തീർത്ത കഴിഞ്ഞോ? എഴുതിയോ? എഴുതിയ വായിക്കാം. എഴുതി വായിച്ചാൽ മതി, വായിക്കൂ. Can, the word can used to express ability, possibility, ask permission and request. Example, can you give the pen? പിന്നെ could is used more polite than the word can. The word could is used to express the past and to show some ability. Example, I could sing during my childhood. ഓക്കെ, അപ്പോ മനസ്സിലാവുന്നില്ലേ? നിങ്ങൾക്ക് എഴുതാൻ കിട്ടുന്നുണ്ടോ? സെന്റൻസ് എഴുതാൻ പറ്റുന്നുണ്ടോ? എഴുതാനാണ് ബുദ്ധിമുട്ട്. എഴുതാൻ ബുദ്ധിമുട്ടാണോ? വേർഡ്സ് കിട്ടുന്നില്ല? ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ വേർഡ്സ് വേർഡ്സ് കിട്ടുന്നില്ലെങ്കിൽ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് യു ക്യാൻ ഇംപ്രൂവ് യുവർ വൊക്കാബുലറി. നമുക്ക് വേർഡ്സ് കിട്ടണമെങ്കിൽ ആ വേർഡ്സ്, ഇപ്പൊ മലയാളത്തില് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും, പക്ഷെ ഒരു ചെറിയ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഒരു വേർഡ് കിട്ടുന്നില്ല എങ്കിൽ, ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഒരു വേർഡ് കിട്ടുന്നില്ലെങ്കിൽ ആ വേർഡ് ഇപ്പൊ ഗൂഗിളിലോ എവിടെയെങ്കിലും നോക്കിയാൽ മലയാളത്തിന്റെ അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കിട്ടും. അങ്ങനെ നിങ്ങൾ ഓരോ വൊക്കാബുലറിയും പഠിക്കുക. ഓക്കെ, Okay, ma'am. you can read your lots of books. ഇംഗ്ലീഷിന് ഏതൊക്കെ ബുക്സ് ഇതിൽ വായിക്കാൻ നോക്കുക, ഒരുപാട് ഇംഗ്ലീഷ് കേൾക്കാൻ ശ്രമിക്കുക. എന്നാലൊക്കെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ. അതും പ്രാക്ടീസ് ചെയ്യണം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പ്രാക്ടീസ് എന്തായാലും ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാനിത് ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ ചിലപ്പോൾ പറയുന്നുണ്ടാവും, വേണ്ട നാവിന്റെ തുമ്പ് വരെ പറയുന്നുണ്ടാവും. അതിങ്ങനെ പുറത്തോട്ട് വരുമ്പോഴാണ് അയ്യോ കിട്ടുന്നില്ലല്ലോ, അല്ലേ? തോന്നിയിട്ടുണ്ടോ ആർക്കെങ്കിലും? അപ്പോ അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? പ്രാക്ടീസ് ചെയ്യാത്തോണ്ടാണ്. നിങ്ങൾ സംസാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ടെൻഷൻ കുറയുള്ളൂ. നിങ്ങൾക്കത് ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ പുറത്തോട്ട് സംസാരിക്കണമെങ്കിൽ ആ പ്രാക്ടീസ് ചെയ്യണം മെയിൻ ആയിട്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയൂ എന്ന് പറയുന്നത്. എന്തെങ്കിലും എഴുതിയിട്ട് പറയാൻ ശ്രമിക്കൂ. എഴുതാൻ പറയുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് പെട്ടെന്ന് പറയുമ്പോ നിങ്ങൾക്ക് എന്താ ടെൻഷൻ വരും. അപ്പൊ ഒന്നും കിട്ടില്ല, ഒന്നും പറയാൻ പറ്റില്ല. സപ്പോസ് നിങ്ങൾ എഴുതാൻ പറയുമ്പോ എഴുതാനാണെങ്കിൽ നിങ്ങൾക്ക് ആലോചിക്കാൻ ടൈം ഉണ്ട്. ഒരു സെന്റൻസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് എഴുതാം. പക്ഷെ പറയുമ്പോൾ സംസാരിക്കുമ്പോൾ നമുക്ക് ആലോചിക്കാനുള്ള ടൈം ഇല്ല. അത് ഫ്ലുവന്റ് ആയിട്ട് ഇങ്ങനെ വരണം, അല്ലേ? അതുകൊണ്ടാണ് നിങ്ങളുടെ എഴുതിയിട്ട് എന്നോട് സംസാരിക്കുമെന്ന് പറയുന്നത്. ആ ഒരു ടൈം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാം, റൈറ്റിംഗ് സ്കില്ല് കൂടും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് എഴുതിയിട്ട് സംസാരിക്കാൻ പറയുന്നത്. ആരും കുറച്ചു പേര് മാത്രം സംസാരിക്കുള്ളൂ. കാരണം തെറ്റ് എന്തായാലും വരും, ഉറപ്പായിട്ടും മിസ്റ്റേക്സ് വരും. പക്ഷെ അത് വിചാരിച്ചിട്ട് സംസാരിക്കാതിരുന്നാലും നിങ്ങൾ ഒരിക്കലും സംസാരിക്കില്ല. ഓക്കെ, ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വരണമെങ്കിൽ നമ്മൾ തന്നെ നമുക്ക് പുഷപ്പ് ചെയ്യാം. you push yourself. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. ആ കംഫർട്ട് സോണിൽ നിന്ന് മാറിയിട്ട് ഒന്ന് സംസാരിക്കും. ഇപ്പൊ നിങ്ങൾ എല്ലാവരും കംഫർട്ട് സോണിലാണ്. ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നാൽ മാത്രമേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇന്നും നിങ്ങൾ അങ്ങനെ തന്നെ ഇരുന്ന് പോകും. ഓക്കെ,
ഇപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാൻ ആഗ്രഹമുണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ അത് പഠിക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് ശ്രമിക്കുക, ട്രൈ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ എന്താ, ചിലർക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടാവും, പക്ഷെ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം കിട്ടില്ല. സംസാരിക്കാൻ ആരോടെങ്കിലും സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ആരും അങ്ങനെ കേൾക്കാൻ ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ ഞാൻ കേൾക്കാൻ തയ്യാറാണ്. ഞാൻ കളിയാക്കുകയോ ചിരിക്കുകയോ ഒന്നും ചെയ്യില്ല. ഓക്കെ, ഓക്കെ മാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് സംസാരിക്കുക. ഇപ്പൊ ഞാനും ഇവിടെയും വരെ എത്തിയത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. ഞാനിപ്പോ എനിക്ക് കഷ്ടപ്പെടാൻ മനസ്സില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കില്ല. ഞാൻ നിങ്ങളെ പോലെ ആയിരുന്നു, ഇൻട്രോവേർട്ട് ആണ്. ഓക്കെ, അത് നമ്മ തന്നെ മാറ്റണം, അല്ലാണ്ട് വേറെ ആരൊക്കെ ശ്രമിച്ചാലും നടക്കില്ല. നമ്മൾ തന്നെ മാറ്റിയെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ. ഓക്കെ, സ്വയം മോട്ടിവേറ്റ് ചെയ്യൂ. എല്ലാവരും അങ്ങനെ വന്നവരല്ലേ? ഈ കാണുന്ന ഈ അച്ചീവ് ചെയ്ത എല്ലാവരും അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വന്നവരാണ്. നമ്മുടെ കംഫർട്ട് സോൺ എന്താണ്? കംഫർട്ട് സോൺ എന്താണെന്ന് അറിയോ? എല്ലാവരും ഹൗസ് വൈഫ് അല്ലേ? എല്ലാവരും ഹൗസ് വൈഫ് ആണ്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട് അല്ലേ? ശരിയല്ലേ? നിങ്ങൾക്ക് വീട്ടിൽ പണിയെടുക്കുക, ഭക്ഷണം കഴിക്കുക, പിള്ളേരുടെ കളിക്കുക. നിങ്ങളുടെ കംഫർട്ട് സോൺ ആണോ അത്? ആണോ? അപ്പൊ അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ കോഴ്സിൽ അഡ്മിഷൻ എടുത്തത്? ആണോ? അതെ. അപ്പൊ അതുപോലെ ഇംഗ്ലീഷും സംസാരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് സംസാരിക്കാൻ അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി സമയം കണ്ടെത്താ, പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു എനിക്ക് വൊക്കാബുലറി കിട്ടുന്നില്ല. ആ വൊക്കാബുലറി കിട്ടുന്നില്ല എന്ന് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലായെങ്കിൽ അതിന് നിങ്ങൾ തന്നെ സൊല്യൂഷൻ കണ്ടെത്താം. വൊക്കാബുലറി കൂട്ടാൻ ഒരുപാട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഇതുണ്ട്. എന്നുവെച്ചാൽ എന്തൊക്കെയാ, നമുക്ക് വായിക്കാം. ഒരുപാട് വായിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറച്ചെങ്കിലും വൊക്കാബുലറി കിട്ടും. ശരിയാണോ? പിന്നെ യൂട്യൂബിൽ നമുക്ക് എന്തൊക്കെയുണ്ട്, ഇംഗ്ലീഷ് വീഡിയോസ് ഉണ്ട്, മൂവീസ് ഉണ്ട്. ഇതെല്ലാം കണ്ടാൽ നമുക്ക് കുറച്ചുകൂടി വൊക്കാബുലറി കിട്ടും. കിട്ടില്ലേ? ആരൊക്കെ ഇംഗ്ലീഷ് വായിക്കാറുണ്ട്? ന്യൂസ് പേപ്പർ ആയാലും ബുക്സ് ആയാലും വായിക്കാറുണ്ട് ആരെങ്കിലും? വായിക്കാറില്ല എന്ന് പറയുമ്പോൾ നമുക്ക് 2-3 ദിവസം വായിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇല്ലാന്നല്ല, ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് മനസ്സിലാക്കില്ല. അത് നമ്മൾ കണ്ടിന്യൂസ്ലി വായിക്കുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ മനസ്സിലാവും. പിന്നെ അതിൽ കുറച്ച് വേർഡ്സ് നമുക്ക് കിട്ടില്ല. ആ വേർഡ്സ് ഏതെങ്കിലും നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, അതിന് മലയാളം മീനിങ് കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ വേർഡ്സ് ഈ വേർഡ് ഇത് ഇങ്ങനെയാണ്. അപ്പൊ ആ ഒരു വേർഡ് നിങ്ങൾ പഠിക്കും. ഓരോ ദിവസവും ഒരു 5 വേർഡ്സ് എങ്കിലും ന്യൂ വേർഡ്സ് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ ഇഷ്യൂസ് ഞാൻ പറയാം. നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറവാണ്, വൊക്കാബുലറി കിട്ടുന്നില്ല, ഇത്രയൊക്കെയാണോ? മെയിൻലി കോൺഫിഡൻസ് കുറവാണ്. ശരിയാണോ? ഞാൻ പറയുന്നത് നിങ്ങൾ സംസാരിക്കൂ എന്ന് പറയുമ്പോൾ ആരും മിണ്ടില്ല, ഒരാളും മിണ്ടൂല. പക്ഷെ സംസാരിച്ചാലല്ലേ നിങ്ങളെ പേടി പോകുള്ളൂ അല്ലേ? കളിയാക്കുമെന്ന് വിചാരിച്ചൊരിക്കും മിണ്ടാതിരിക്കരുത്. എന്തായാലും കളിയാക്കും, അങ്ങനെ പ്രതീക്ഷിക്കൂ. ഞാൻ സംസാരിച്ചാൽ അവനെ കളിയാക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടാവില്ല, നിങ്ങൾ സംസാരിക്കും. എന്തായാലും കളിയാക്കൽ ആക്സെപ്റ്റ് ചെയ്യുക. ആദ്യം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുള്ളൂ. ഓക്കെ, കീർത്തി പറയൂ. പറയുന്നത് തെറ്റിപ്പോയാലോ എന്നൊരു പോകും, അങ്ങനെ വിചാരിക്കൂ. പറയുമ്പോ തെറ്റൂ, മനസ്സിലായോ? ആ തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നിങ്ങൾ കീർത്തി പോയി നോട്ട് എഴുതിയോ? ഞാൻ പറഞ്ഞ ഷോർട്ട് നോട്ട് എഴുതി. ആ എഴുതിയത് കീർത്തി തന്നെ ഒന്ന് വായിക്കൂ. അപ്പൊ കീർത്തിക്ക് മനസ്സിലാവും ഇത് എവിടേക്കാണ് മിസ്റ്റേക്ക് വന്നതെന്ന് മനസ്സിലാവും. എന്നിട്ട് കറക്റ്റ് ചെയ്യൂ. അങ്ങനെ കറക്റ്റ് ചെയ്യുന്തോറും നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യുകയേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളോട് എഴുതാൻ പറയുന്നത്. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വാല്യൂ ചെയ്യാൻ പറ്റും. എനിക്ക് ഇവിടെയാണ് മിസ്റ്റേക്ക് വന്നത്, അത് ഇങ്ങനെയല്ലായിരുന്നു, ഇവിടെ അത് ഒരു വേർഡ് ആഡ് ചെയ്യണമായിരുന്നു എന്നൊക്കെ കുറച്ച് സജഷൻസ് നിങ്ങൾക്ക് തന്നെ തോന്നും. അങ്ങനെ തോന്നുമ്പോൾ അവിടെ തന്നെ നിങ്ങൾ വേറെ നോട്ട് എഴുതുക. അപ്പൊ ആദ്യം എഴുതിയ നോട്ടും രണ്ടാമത് എഴുതിയ നോട്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെന്റ് രണ്ടാമത് എഴുതിയ നോട്ടിനുണ്ടാവും. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് വിചാരിക്കുക ഞാൻ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആണോ?
യെസ് മാം. ഇങ്ങനെ ചെയ്താലേ നമ്മൾ ഇമ്പ്രൂവ് ആവുള്ളൂ. അല്ലാതെ എപ്പോഴും ഞാൻ സംസാരിച്ച് തെറ്റോ എന്നങ്ങനെ വിചാരിക്കുക മാത്രമേ ഉണ്ടാവുള്ളൂ. സംസാരിക്കോ? ഇല്ല. കാരണം എന്താ, ഞാൻ സംസാരിച്ച് തെറ്റും, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷെ അങ്ങനെ തീരുമാനിച്ചാൽ ശരിയാവില്ല. എന്തായാലും സംസാരിക്കണം. സംസാരിച്ചാൽ മാത്രമേ ഒരു ടെൻഷൻ പോകും. അതുപോലെ തെറ്റ് വന്നാല് തിരുത്താനുള്ള മനസ്സ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാവും. കാരണം ഒരാൾ കളിയാക്കുമ്പോൾ അവരെന്നെ കളിയാക്കി, അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കണം. ആ ഒരു വാശി നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരും. ഓക്കെ ഓക്കെ. ഫസ്റ്റ് യു ഷുഡ് പുഷ് യുവർ സെൽഫ്. നിങ്ങൾ സ്വന്തമായിട്ട് പുഷ് ചെയ്ത് വരാം. അത്രയും എനിക്ക് പറയാനുണ്ട്. ഞാൻ പറയാവുന്നൊക്കെ പറഞ്ഞു. ക്ലാസ്സിൽ പിന്നെ ആക്റ്റീവായിട്ട് ഇരിക്കണം. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യണം. ഞാൻ ചോദിച്ചാൽ ആൻസർ ചെയ്യണം. തെറ്റായാലും കുഴപ്പമില്ല, ആൻസർ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ മാം. എല്ലാവരും റെഡി അല്ലേ? ഇനി അടുത്ത ക്ലാസ്സിൽ മുതലേ അങ്ങനെ ഇരിക്കണം. ഓക്കെ, Okay, ma'am. ഞാൻ പറഞ്ഞില്ല, നിങ്ങളെ മിസ്സായിട്ട് കാണണ്ട, ഒരു ഫ്രണ്ടായിട്ട് കണ്ടാൽ മതി. നമുക്ക് സംസാരിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? Clear, ma'am. ഓക്കെ, അപ്പൊ താങ്ക് യു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. Thank you. താങ്ക് യു മാം. Thank you.